ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ തിരുവനന്തപുരത്തെ CPO SFI സംഘർഷത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പിൻവലിക്കില്ല. CPO മിഥുൻ റോയ് ഇടിവള കൊണ്ട് ഇടിച്ചത് പരിഗണിച്ചാണ് തീരുമാനം. SFI കോടതിയിൽ പോയാൽ തിരിച്ചടിയാകുമോ എന്നും ആശങ്കയുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിൽ പിഴവില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഇപ്പോൾ എന്ത് നിലപാടാണ് ഈ കാര്യത്തിൽ? പിഴവില്ല എന്ന നിലപാടിലേക്കാണോ എത്തുന്നത്? തീർച്ചയായിട്ടും ജാമ്യമില്ലാ വകുപ്പ് CPIക്കെതിരെ ചുമത്തുന്നു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തി SFIക്കെതിരെ കേസെടുക്കുന്നു. ഇതാണ് വലിയ വിവാദത്തിലേക്ക് വഴിതെളിച്ചതും പിന്നീട് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായതും. അതായത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വഞ്ചൂർ പോലീസ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു. പോലീസിന്റെ മനോവീര്യം തകർക്കുന്നു. പോലീസിനെ ആക്രമിച്ചിട്ടും പ്രതികൾക്കെതിരെ നിസാര വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ആക്രമിക്കപ്പെട്ട പോലീസുകാരന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തപ്പെടുന്നു എന്നുള്ള നിലയിൽ പോലീസ് അസോസിയേഷനിലും പോലീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ വലിയ രീതിയിൽ സന്ദേശം വരികയായിരുന്നു. അതിൽ ഫോർട്ട് ACPയോട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി കമ്മീഷണർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഒരു തരത്തിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല. CPO മിഥുൻ റോയുടെ കയ്യിൽ ഒരു ഇടിവളയുണ്ടായിരുന്നു. ആ ഇടിവള ഉപയോഗിച്ചുകൊണ്ട് SFIക്കാരെ തിരികെ ആക്രമിക്കുകയുണ്ടായി. അപ്പോൾ പരാതികൾ 2 ലഭിച്ചു. ആദ്യം മിഥുൻ റോയ് പരാതി നൽകി. ആ പരാതിയിൽ പറയുന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ പരാതിയിൽ പറയുന്ന കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. അതായത് ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ആ കേസെടുത്തത്. അതേസമയം SFIക്കാർ ഒരു പരാതി നൽകി. ആ പരാതിയിൽ പറയുന്നത് ഇടിവള ഉപയോഗിച്ച തങ്ങളെ ഇടിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് വകുപ്പുകൾ ചുമത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചു എന്നുള്ള വകുപ്പ് അതിനകത്ത് വന്നു. അത് നോൺ ബെയിലബിൾ അല്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പാണ്. അതുകൊണ്ട് അതിൽ അസ്വാഭാവികതയില്ല എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് ACPയുടെ റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ്, പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ചുമത്തിയ ജാമ്യമില്ലാ വകുപ്പ് അവിടെ തന്നെ നിലനിൽക്കട്ടെ. അത് തുടർ നടപടികൾ, നിയമ നടപടികളുമായി അതിന് മുന്നോട്ട് പോകട്ടെ എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെട്ടെന്ന് പോലീസ് സേനയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു യൂട്ടേൺ സംഭവിച്ചത് എന്നുള്ളതാണ്. അതായത് ജാമ്യമില്ലാ വകുപ്പ് ഇനി മാറ്റിക്കഴിഞ്ഞാൽ CPMO SFIയോ കോടതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള V ജോയ് പറഞ്ഞത് അങ്ങനെ ജാമ്യമില്ലാ വകുപ്പ് പിൻവലിച്ചു കഴിഞ്ഞാൽ തങ്ങൾ കോടതിയെ സമീപിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ കോടതിയെ ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചടി ലഭിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല SFI CPO സംഘർഷം എന്നുള്ള ഒരു കേസിൽ, അതായത് എടുത്ത 2 കേസുകളിലും തുടർ നടപടികൾ തൽക്കാലം ഉണ്ടാകില്ല എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു തുടർ നടപടിയിലേക്ക് പോയി വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പ് വരെ തൽക്കാലം അതിലൊരു നടപടിയും വേണ്ട എന്നതാണ് ഒരു തീരുമാനം. അതായത് പോലീസ് ജാമ്യമില്ലാ വകുപ്പായതുകൊണ്ട് തന്നെ സിവിൽ പോലീസ് ഓഫീസറായ മിഥുൻ റോയിയെ അറസ്റ്റ് ചെയ്യുകയാണ് അടുത്ത നടപടിയായി വേണ്ടത്. തൽക്കാലം മിഥുനെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അറിയുന്നത്. മാത്രമല്ല ഇതിനോടകം 2 SFIക്കാരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. 2 പേർ കൂടി പ്രതികളായിട്ടുണ്ട്. അവരെയും ഇനി അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ആ സമയത്ത് അതിന്റെ ബാക്കി കോടതി നടപടികളുമായി മുന്നോട്ട് പോകാം. തൽക്കാലം അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഒഴിവാക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൃത്യമായ നിർദ്ദേശം മുകൾ തട്ടിൽ നിന്ന് വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് താഴെ സിറ്റി പോലീസ് കമ്മീഷണറും അതിന് താഴേക്ക് കേസ് രജിസ്റ്റർ ചെയ്ത വഞ്ചൂർ പോലീസും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ്. CPO SFI സംഘർഷത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പിൻവലിക്കില്ല. മിഥുൻ റോയ് ഇടിവള കൊണ്ട് ഇടിച്ചത് പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനമാണ്. SFI കോടതിയിൽ പോയാൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുമുണ്ട്.